ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഹോട്ടലുകളിലൊക്കെ ലഭിക്കുന്ന ആ ഒരു ഫിഷ് കറിയാണ്. അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. മീൻകറി ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ട ഒരു സവാള വേണം, പിന്നെ ഒരു 6-7 വെളുത്തുള്ളി അരിഞ്ഞത് വേണം, ഒരു ചെറിയ ഇഞ്ചി നീളത്തിലുള്ള ഇഞ്ചി അരിഞ്ഞത്, പിന്നെ ഒരു തക്കാളി അരിഞ്ഞത്. ഇനി നമുക്കത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് നമ്മൾ ആദ്യം ഒരു പാൻ വെച്ചു, അത് ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഓയിൽ ഒഴിക്കും. ഇപ്പോൾ നമ്മുടെ ചട്ടിയിലേക്ക് നമ്മൾ ഓയിൽ ഒഴിച്ചു, അതൊന്ന് ചൂടായതിന് ശേഷം ഒരു 1/4 ടീസ്പൂണ് ഉലുവ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉലുവ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉലുവ ഒന്ന് മൂത്ത് കഴിഞ്ഞ് നമുക്കിനി അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, സവാള ഇട്ട് കൊടുക്കാം. ഇഞ്ചി അരിഞ്ഞത്, വെളുത്തുള്ളി അരിഞ്ഞത്, പിന്നെ സവാള അരിഞ്ഞത്. നമുക്കതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് ചുമക്ക വഴറ്റിയെടുക്കണം. ഇപ്പോൾ നമ്മുടെ ഉള്ളി ഏകദേശം വഴന്നു വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഈ സമയത്ത് നമ്മൾ തീ കുറച്ച് വയ്ക്കണം. ഈ മഞ്ഞൾപ്പൊടി ഒന്ന് നല്ലതായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കിയെടുക്കണം. ഇനി നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഒരു തക്കാളി അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതൊന്ന് നല്ലതായിട്ട് വഴറ്റിയെടുക്കണം. ഇപ്പോൾ നമ്മുടെ തക്കാളി ഏകദേശം വഴന്നിട്ടുണ്ട്. ഈ സമയത്ത് മുളക് 1/2 കപ്പ് തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ആ തേങ്ങ നമുക്ക് നല്ലതായിട്ട് മുരിഞ്ഞൊന്നും വരണ്ട, ജസ്റ്റ് ആ തീ കുറച്ചിട്ടിട്ട് അതൊന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് ഡ്രൈ ആയാൽ മതി. എന്നിട്ട് നമുക്കിത് തണുക്കാൻ വയ്ക്കാം. തണുത്ത് കഴിഞ്ഞ് നമുക്കിത് അരച്ചെടുക്കണം. ഇപ്പം നമ്മൾ ആ തേങ്ങയുടെ കൂട്ട് നമ്മൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് വൃത്തിയായിട്ട് തരികളില്ലാതെ അരച്ചെടുക്കാം. നമ്മളത് അരച്ചിട്ട് വന്നിട്ടുണ്ട്, നല്ലതായിട്ട് അതരഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കൂട്ടുകാരെ, ഒരു 50 ഗ്രാം കൊച്ചുള്ളി അരിഞ്ഞത്, ഒരു 4 പച്ചമുളക് അരിഞ്ഞത്, പിന്നെ കുറച്ച് കറിവേപ്പില. ഇനി നമുക്ക് കറി ഉണ്ടാക്കി തുടങ്ങാം. നമ്മളിപ്പോൾ ഒരു ചട്ടി വെച്ചെടുത്തിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് എണ്ണ ചൂടാക്കി കഴിഞ്ഞ് അതിലേക്ക് കൊച്ചുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക. എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് അതിലേക്ക് കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം. ഈ ചുവന്നുള്ളി ഒന്ന് നല്ലതായിട്ട് വഴറ്റണം. അതിലേക്ക് തന്നെ നമുക്ക് ആ പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഉള്ളിയെല്ലാം വഴന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് തീ കുറച്ചിട്ട് നമുക്ക് 1/2 സ്പൂൺ മുളക് പൊടി ഇടാം. ഇത് എരിവുള്ള മുളക് പൊടി ഞാൻ 1/2 സ്പൂൺ, 1 സ്പൂണ് കാശ്മീരി ചില്ലിപ്പൊടി, 1 സ്പൂണ് മല്ലിപ്പൊടി. ഇത് ഇത്രയും നമുക്കൊന്ന് ഇളക്കി അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം 1/2 ഗ്ലാസ് ഇളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. 1/2 ഗ്ലാസ് വെള്ളം നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് അരച്ച് വച്ചിരിക്കുന്ന അരപ്പിട്ട് കൊടുക്കാം. അരപ്പ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മൾ ആ മിക്സി കഴുകി ഒഴിച്ച വെള്ളവും ഇതെല്ലാം ഒന്ന് തിളയ്ക്കട്ടെ. ഇപ്പം നമ്മൾ ആ കറിയിലേക്ക് ഒരു 4 കുടംപുളി വെള്ളത്തിലിട്ടത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇളക്കിയതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് ചേർക്കാം. ഇനി അതൊന്ന് തിളച്ച് വരട്ടെ, അതുവരെ നമുക്കൊന്ന് അടച്ച് വെക്കാം. ഇപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ കറി തിളച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അതിനകത്തേക്ക് മീനിട്ട് കൊടുക്കാം. അതിനായിട്ട് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് സാൽമൺ ഒരു 500 ഗ്രാമാണ്. അത് കൂട്ടുകാരെ, നമ്മുടെ കറി തിളച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം.
ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത് സാൽമണാണ്. ഇങ്ങനെ ദശ കട്ടിയുള്ള ഏത് മീനും നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ഇടാവുന്നതാണ്. നമ്മൾ മീനിട്ട് കൊടുത്തു കഴിഞ്ഞ് ഇളക്കണ്ട, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് താത്ത് കൊടുത്താൽ മതി. സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തേക്കാം. ഇനി നമുക്കത് അടച്ച് വെച്ച് ഒന്ന് വേകട്ടെ. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ കറി എല്ലായിടത്തും തിളച്ചിട്ട് ഞാൻ 2-3 പ്രാവശ്യം ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ ജസ്റ്റ് കുലുക്കി കൊടുക്കുക ചെയ്യുന്നത്. നമ്മുടെ ആ കറി കണ്ടോ നല്ല കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഒരു തക്കാളി വട്ടത്തിലരിഞ്ഞ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കും. പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. സമയത്ത് ഞാൻ ഈ തക്കാളിയെല്ലാം ഈ കറിക്കകത്തേക്കൊന്ന് താത്ത് കൊടുക്കാം. ഇത് വേകേണ്ട ആവശ്യമില്ല, ഒന്ന് ആവി തട്ടിയാൽ മതി. അതങ്ങനെ തന്നെ കിടക്കുന്നതാണ് നല്ലത്. ഇനി നമുക്ക് ഈ സമയത്ത് തീ അങ്ങ് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ അതിൻ്റെ മേളിൽ കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ കറി അങ്ങ് അടച്ചു വെക്കാം. ഇനി നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വിളമ്പിയാൽ മതി. കൂട്ടുകാരെ, നമുക്ക് ഹെൽത്തി ടേസ്റ്റി ആയ നമ്മുടെ ആ ഫിഷ് കറി, ഹോട്ടലുകളിലൊക്കെ ലഭിക്കുന്ന ആ ഫിഷ് കറി നമ്മൾ ഉണ്ടാക്കിയേക്കുന്നത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണം. വീണ്ടും അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ.